ഹായ്, മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ട പ്രധാന സെക്യൂരിറ്റി ഫീച്ചറാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന 3 സെറ്റിംഗ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് പാസ്വേഡുകൾ, അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ പാസ്വേഡുകളുടെ കാര്യങ്ങളെല്ലാം ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് ചെയ്തു വെക്കുക. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മളെ മൊബൈലിൽ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്ന 3 ഓപ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് പാസ്വേഡുകൾ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ ഇതെല്ലാം ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെറ്റിംഗ്സ് കാണുന്നില്ലേ, ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് കാണാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സാധാരണ ഫോണുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഓപ്പോ ഫോണാണ്. അപ്പൊ അതിൽ ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ ഗൂഗിൾ ആണ് നമ്മളത് പ്രസ് ചെയ്യേണ്ടത്. ഗൂഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഇമെയിൽ ഐ ഡി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ബാങ്കിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഓൾ സർവീസസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ. ആ ഓൾ സർവീസസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഓട്ടോഫില്ല് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ, അവിടെയാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സെറ്റിംഗ്സ് വരുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ കാണിക്കുന്നത്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ പ്രിഫറൻസസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബയോമെട്രിക് ചോദിക്കുന്നുണ്ട്. നമ്മൾ തമ്പ് വെക്കാം അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻസസ്. ഈ 3 ഓപ്ഷൻസ് നിങ്ങളുടെ ഫോണിൽ ഓൺ ആണോ നോക്കുക. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം സെക്യൂരിറ്റി മോഡാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും. ഞാനത് 3 ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യത്തേത് വരുന്നത് ഓതന്റിക്കേറ്റ് വിത്ത് സ്ക്രീൻ ലോക്ക് ഓർ ബയോമെട്രിക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ UPI പേയ്മെന്റ് ഒക്കെ നടന്ന സമയത്ത് നമ്മൾ വെറുതെ തമ്പ് വെക്കുന്നതിന് പകരം നമ്മൾ കാർഡിന്റെ നമ്പർ മാത്രം കൊടുക്കുന്നതിന് പകരം അത് വളരെ സെക്യൂരിറ്റി ആയിട്ട് നമ്മളോട് തമ്പ് ചോദിക്കും അല്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഓൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഓട്ടോമാറ്റിക് ഓതന്റിക്കേറ്റ് വിത്ത് ബയോമെട്രിക് ബിഫോർ ഫില്ലിംഗ് പാസ്വേഡ്സ്. ഇത് നമ്മൾ പല സൈറ്റുകളിലും നമ്മൾ ഓട്ടോ ആയിട്ട് പാസ്വേഡുകൾ സേവ് ചെയ്ത് നമുക്ക് പാസ്വേഡ് ഓർത്ത് വെക്കാൻ മടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഓട്ടോ ആയിട്ട് സേവ് ആയിക്കോട്ടെ നമ്മൾ വെക്കും. പക്ഷെ അങ്ങനെ വെക്കുന്ന സമയത്ത് പോലും നമ്മളോട് എന്ത് ചോദിക്കുന്നുണ്ട്, ബയോമെട്രിക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓൺ ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് സിങ്ക് ഓപ്ഷൻ ആണ് വരുന്നത്, സിങ്ക് പ്രിഫറൻസസ്. ഈ സെറ്റിംഗ്സ് നമ്മളെ ജിമെയിൽ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ഗൂഗിൾ അക്കൗണ്ട് ഏത് ഡിവൈസ് ആയിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിയാൽ പോലും സെറ്റിംഗ്സ് വീണ്ടും സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിങ്ക് ഓപ്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. അത് കണ്ടില്ലേ, എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയേണ്ട എനേബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോണിന്റെ സെക്യൂരിറ്റിക്ക് നിർബന്ധമായി നിങ്ങൾ ഇത് 3 ഓൺ ചെയ്ത് വെക്കണം.